പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ദിവ്യകാരുണ്യ ഈശോയിൽ ഏറ്റവും സ്നേഹമുള്ളവരെ, നമ്മുടെ ഈശോയുടെ പിറവി തിരുനാളിൻ്റെ മഹാജൂബിലിയിലേക്കുള്ള ഒരുക്കം നമ്മൾ 2-3 ദിവസത്തിനകം ആരംഭിക്കുകയാണ്. ഡിസംബർ 1 മുതൽ ഈ വർഷത്തെ നമ്മുടെ ഈ ഒരുക്കത്തിന് ഒരു അടിസ്ഥാനമായിട്ട് ഞാൻ നൽകുവാൻ ആഗ്രഹിക്കുന്ന തിരുവചനം ലൂക്കായുടെ സുവിശേഷം 1-ാം അധ്യായം 78-79 തിരുവചനമാണ്. നമ്മുടെ ദൈവത്തിൻ്റെ കാരുണ്യാതിരേകം കൊണ്ട് ഉയരത്തിൽ നിന്നുള്ള ഉദയരശ്മി നമ്മെ സന്ദർശിക്കുമ്പോൾ ഇരുളിലും മരണത്തിൻ്റെ നിഴലിലും ഇരിക്കുന്നവർക്ക് പ്രകാശം വീശുവാനും സമാധാനത്തിൻ്റെ മാർഗത്തിലേക്ക് നമ്മുടെ പാദങ്ങളെ നയിക്കുവാനും വേണ്ടിയാണ്. അതെ, അതിനു വേണ്ടിയാണ് ദിവ്യരക്ഷകൻ ഈ ഭൂമിയിൽ മനുഷ്യനായി പിറന്നത്. നമുക്ക് ഇപ്പോഴേ തന്നെ നല്ലൊരു തീരുമാനമെടുക്കണം. ഈ മഹാജൂബിലിയിലേക്ക് കടക്കുന്ന ഈ ക്രിസ്മസിൽ എന്തെല്ലാം വ്യത്യാസങ്ങൾ നമ്മുടെ കുടുംബജീവിതത്തിൽ, നമ്മുടെ വ്യക്തി ജീവിതത്തിൽ വരുത്തണമെന്ന്. പ്രധാന വ്യത്യാസം വരുത്തേണ്ടത് നമ്മളുടെ തന്നെ വ്യക്തിപരമായ കാര്യങ്ങളിലായിരിക്കണം. എന്താണോ നമ്മളെയും ഉണ്ണീശോയും തമ്മിൽ അകറ്റുന്നത്, അത് നമ്മൾ മാറ്റണം. അത് നമ്മൾ തന്നെ ആലോചന ചെയ്ത് കണ്ടെത്തണം. എനിക്ക് ഫോണിൻ്റെ ഉപയോഗമാണ് കൂടുതലെങ്കിൽ അത് കുറയ്ക്കുന്നതായിരിക്കണം ഏറ്റവും നല്ല നോമ്പ്. എനിക്ക് ഏതെങ്കിലും സീരിയലുകൾ കാണുന്നതാണ് കൂടുതൽ ആകർഷകമെങ്കിൽ അത് വേണ്ടെന്ന് വയ്ക്കുന്നതായിരിക്കണം ഏറ്റവും നല്ല നോയമ്പ്. എനിക്ക് മദ്യപാനമാണ് കൂടുതൽ സന്തോഷം നൽകുന്നതെങ്കിൽ അത് വേണ്ടെന്ന് വയ്ക്കുന്നതായിരിക്കണം ഏറ്റവും നല്ല നോമ്പ്. എനിക്ക് ഞാൻ ആരും അറിയാത്ത മറ്റ് ബന്ധങ്ങൾ, അടുപ്പങ്ങളുണ്ടെങ്കിൽ അത് വേണ്ടെന്ന് വയ്ക്കുന്നതായിരിക്കണം എൻ്റെ ഏറ്റവും നല്ല നോമ്പ്. അങ്ങനെ വേണം ഉണ്ണീശോ നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ ഹൃദയത്തിൽ, നമ്മുടെ കുടുംബത്തിൽ, നമ്മുടെ നാട്ടിൽ പിറക്കുവാൻ. നമുക്ക് നമ്മുടെ പ്രായമുള്ള മാതാപിതാക്കന്മാരെ ഒക്കെ ഒന്ന് സന്ദർശിക്കുവാനും അവരോടൊത്തായിരിക്കുവാനും സമയം ഇതുവരെ അധികം കിട്ടിയിട്ടില്ലെങ്കിൽ അങ്ങനെയൊരു ക്രമീകരണം നമ്മൾ നടത്തുമ്പോഴേ നല്ലൊരു ക്രിസ്മസ് ആകും. നമ്മളെ വളർത്തിയവരാണവർ, നമുക്ക് വേണ്ടി അധ്വാനിച്ചവരാണവർ. ഇപ്പോൾ പ്രായമുള്ളവരായിട്ട് അവസ്ഥയിൽ അവരായിരിക്കുന്നെങ്കിൽ അവരുടെ അടുത്ത് പോയി 1-2 ദിവസം നിൽക്കുന്നതിനും അവരെ പരിചരിക്കുന്നതിനും അവർക്ക് ആവശ്യമായ സഹായങ്ങൾ കൊടുക്കുന്നതിനുമൊക്കെ ഈ ദിവസങ്ങളിൽ നമ്മൾ തീരുമാനമെടുക്കണം. അപ്പം നമുക്കറിയാം നമ്മുടെ ഇടയിൽ പാവപ്പെട്ടവരുണ്ട്. അപ്പോൾ ക്രിസ്മസിന് ഒരു ദശാംശം കൊടുക്കുവാനായിട്ടൊരു കുടുംബത്തെ നമ്മൾ കരുതലോടെ കണ്ട് അതിനുള്ളൊരു തയ്യാറെടുപ്പുകൾ നമ്മൾ നടത്തണം. അങ്ങനെ പ്രത്യേക പ്രവൃത്തികൾ ചെയ്തും നമ്മൾ മുന്നേറണം. നമുക്ക് പണവും അറിവും കുറഞ്ഞവരുണ്ട് നമ്മുടെ ഇടയിൽ, നമ്മുടെ ചുറ്റും. അങ്ങനെയുള്ളവരെ അല്ലെങ്കിൽ ചെറിയവരെ ബഹുമാനിക്കണം. അതായത് സമൂഹം മാറ്റി നിർത്തിയിരിക്കുന്നവർ, സമൂഹത്തിന് മുമ്പിൽ കഴിവില്ലാത്തവർ, സമൂഹത്തിന് മുമ്പിൽ സൗന്ദര്യമില്ലാത്തവർ, സമൂഹത്തിന് മുമ്പിൽ രോഗികളായി കഴിയുന്നവർ, സമൂഹത്തിന് മുമ്പിൽ അധികം വിലയില്ലാത്തവർ, അല്ലെങ്കിൽ അധികം നല്ല സ്വഭാവമില്ലാത്തവർ, അങ്ങനെയുള്ളവരോടൊക്കെ ഒരു ആദരവും ബഹുമാനവും നമ്മൾ കാണിച്ചാൽ നമ്മുടെ വ്യക്തിത്വം വളരും. ഒപ്പം നമുക്ക് നല്ല അയൽപക്കങ്ങൾ ഉണ്ടാകണം. അയൽപക്ക ബന്ധങ്ങൾ അത് പ്രധാനപ്പെട്ടതാണല്ലോ. അങ്ങനെ ശത്രുതയുണ്ടെങ്കിൽ അവരോട് ക്ഷമിച്ച് അവരെ നമ്മുടെ സ്നേഹവലയത്തിൽ ആക്കണം. ഒപ്പം ക്ഷമിക്കാൻ പറ്റാത്തവരോട് ക്ഷമിക്കുവാനുള്ള ഒരു കൃപ ദൈവത്തോട് ചോദിക്കണം. നമുക്കറിയാം, നമുക്ക് എല്ലാവരുടെയും ജീവിതത്തിലുണ്ട് നമ്മളെ വേദനിപ്പിച്ചവരോട് ക്ഷമിക്കാൻ പറ്റില്ല, അത്ര എളുപ്പമല്ലത്. അപ്പോൾ ഒരു കൃപ ദൈവം തന്നാൽ നമുക്ക് എളുപ്പമാണ് അവരോട് ക്ഷമിക്കുവാൻ. ആരാണ് ആദ്യം അനുഗ്രഹിക്കപ്പെടുന്നതെന്ന് ചോദിച്ചാൽ ആരാദ്യം ആരോട് ക്ഷമിക്കുമോ അവരാണ് കൂടുതൽ അനുഗ്രഹിക്കപ്പെടുക. അതാണ് അതിൻ്റെ ശരി. അതുകൊണ്ട് തന്നെ നമ്മളോട് തെറ്റ് ചെയ്തവരോടും നമ്മൾ തെറ്റ് ചെയ്തവരോടും അതുപോലെ തന്നെ നമ്മൾ ആരോട് പിണക്കം വെച്ചോ ആരാദ്യം ഇത് ചെയ്യണം എന്ന് ചോദിച്ചാൽ ആരാദ്യം ദൈവത്തോട് ചേർന്ന് നിൽക്കുമോ, ആരാദ്യം ദൈവഹിതത്തോട് രൂപപ്പെടുമോ അവരാണ് ആദ്യം ഈ പ്രവൃത്തിയിലേക്ക് താല്പര്യമെടുക്കുക. അപ്പോൾ അങ്ങനെ ആദ്യം താല്പര്യമെടുക്കുന്നൊരു വ്യക്തിയായിട്ട് മാറുവാൻ നമുക്കിടയായാൽ ഞാൻ പറയും നല്ലൊരു അനുഗ്രഹമുള്ളൊരു ക്രിസ്മസ് ആയിരിക്കും അത്. ഒപ്പം നമുക്കറിയാം, നമ്മുടെ കുഞ്ഞുങ്ങളെ ശിഷ്ടത്തിൽ വളർത്തണം. കുഞ്ഞുങ്ങളെ ഇഷ്ടം പോലെ വ്യാപരിക്കുന്നവരാകരുത്. കുഞ്ഞുങ്ങളെയൊക്കെ നല്ല പ്രോത്സാഹനങ്ങളൊക്കെ കൊടുത്ത് ക്രിസ്മസിലേക്ക് എല്ലാ ദിവസവും 25 ദിവസം പള്ളി വന്ന് പ്രാർത്ഥിച്ച് ബലിയർപ്പിച്ച് അതിനുശേഷം ഒരു സമ്മാനമൊക്കെ കൊടുക്കുന്നതിന് എല്ലാ കുടുംബങ്ങളും ഇടയാകണം. ഞാൻ എൻ്റെ ഇടവകങ്ങളോട് പറയാറുണ്ട്, നമ്മൾ ഏതെങ്കിലും ആണ്ടുവട്ടത്തിൽ ഒരിക്കൽ അവർക്ക് നല്ല വസ്ത്രങ്ങൾ വാങ്ങും, അല്ലെങ്കിൽ നല്ല ആഭരണങ്ങൾ വാങ്ങിക്കൊടുക്കും. അതൊക്കെ പള്ളി വരുന്നതിൻ്റെ പ്രോത്സാഹനമായിട്ട് കൊടുക്കുക.
അതൊക്കെ നല്ല മാതൃകകൾ കാണിക്കുന്നതിന് പ്രോത്സാഹനമായിട്ട് കൊടുക്കുക. അപ്പോൾ നമ്മുടെ കുഞ്ഞുങ്ങൾ പ്രത്യാശയോടെ വളരും, അവർ നമുക്ക് അഭിമാനമായിട്ട് മാറും. അല്ലാതെ കണ്ട് നമ്മൾ ഇതുപോലുള്ള ആത്മീയ കാര്യങ്ങൾ ശ്രദ്ധിക്കാതെ കുഞ്ഞുങ്ങൾ എങ്ങനെ വളർത്തിയാലും ആ വളർച്ച പൂർണ്ണമാവില്ല. നമ്മുടെ കുഞ്ഞുങ്ങൾ വിശുദ്ധിയിൽ വളരട്ടെ, ദൈവത്തിന് നിരക്കുന്ന പ്രവൃത്തി ചെയ്ത് വളരട്ടെ. അങ്ങനെ നല്ലൊരു ക്രിസ്മസിനായിട്ട് നമുക്ക് ഒരുങ്ങണം. മദ്യപാനമില്ലാത്തൊരു ക്രിസ്മസ്, സ്നേഹമുള്ളൊരു ക്രിസ്മസ്, പരസ്പരം പങ്കുവയ്ക്കുന്നൊരു ക്രിസ്മസ്, ക്രിസ്തു വസിക്കുന്ന കുടുംബങ്ങളുള്ള ക്രിസ്മസായിട്ട് മാറണം. വലിയ അനുഗ്രഹമുള്ള ഒരു മഹാജൂബിലി വർഷത്തിലേക്ക് നമ്മൾ കടക്കുമ്പോൾ മാർപ്പാപ്പ പ്രഖ്യാപിക്കുന്ന ദണ്ഡവിമോചനങ്ങളൊക്കെ സ്വന്തമാക്കി നമുക്ക് തയ്യാറാകാം, ഒരുങ്ങാം, ദൈവത്തിന് പ്രിയപ്പെട്ടവരാകാം. ദീപികാനന്ദനാഥ, ഞങ്ങളെ കൈനീട്ടി ആശീർവദിക്കണമേ, അനുഗ്രഹിക്കണമേ. ഈ മഹാജൂബിലി വർഷത്തേക്ക് ഒരുങ്ങുന്ന ക്രിസ്മസിന് ഞങ്ങൾക്കെല്ലാവർക്കും പ്രത്യേക കൃപാദാനങ്ങൾ, അനുഗ്രഹങ്ങൾ സമൃദ്ധിയിൽ അങ്ങ് നൽകണം. അതിനായി ആഗ്രഹിക്കുന്നു, അതിനായി പ്രാർത്ഥിക്കുന്നു. ഈശോയെ, നമ്മുടെ കർത്താവ് യേശുമിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സംസർഗവും എല്ലാ മക്കളുടെയും നല്ലൊരു ക്രിസ്മസ് ഒരുക്കത്തോടു കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.